എല്ലായിടത്താണെങ്കിലും ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു തൊല്ലയായി മാറുന്നുണ്ടോ? ലിഷു നിൽക്കുന്നിടത്ത് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഞാനിപ്പോൾ ഉള്ളത് കിണാശ്ശേരി CJB സ്കൂളിലാണ്. ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. 176, 176A, അതിനോടൊപ്പം തന്നെ 178. ഈ 176 ബൂത്തിലും 176A ബൂത്തിലും രണ്ടും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ വോട്ട് ചെയ്യാൻ ആളുകൾ തീരെ കുറവാണ്. 176 എന്ന ബൂത്തിൽ ആരും തന്നെ ഇനി വോട്ട് ചെയ്യാനില്ല. ഇപ്പോൾ ഒരാൾ മാത്രമാണ് അങ്ങോട്ടേക്ക് കയറി പോകുന്നത്. ഇപ്പോൾ 176Aയിൽ 3 പേർ മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടെ വരിയിൽ നിൽക്കുന്നത്. 178-ൽ കുറച്ചധികം ആളുകൾ അവിടെ വരിയിൽ നിൽക്കുന്നുണ്ട്. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. രാവിലെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അല്പസമയമായി തിരക്ക് കുറവാണ്. ഇത് കണ്ണാടി പഞ്ചായത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ LDFനും UDFനും വളരെ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. LDFന് ഒരുപക്ഷെ ഒരു പടി മുൻതൂക്കമുള്ള, കാരണം അവർ ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ അവർക്കുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ആ മേഖലയിലെല്ലാം തന്നെ ഉള്ളതിനാൽ തന്നെ കൂടുതൽ ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മുന്നണികളും ഇവിടെ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മലമ്പുഴ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന പ്രദേശം കൂടിയാണ്, ആ പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് നേരത്തെ വോട്ട് ഷിഫ്റ്റ് ചെയ്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, സംശയങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ ചില AST പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിൽ വീഡിയോ ചിത്രീകരണവും സത്യവാങ്മൂലം എഴുതി വാങ്ങണമെന്നിങ്ങനെയുള്ള പല കാര്യങ്ങളുമെല്ലാം തന്നെ എന്തായാലും നേരത്തെ തന്നെ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ AST പട്ടികയിൽ ഉൾപ്പെട്ട 2 വോട്ടുകൾ മാത്രമാണ് ഇതുവരേക്കും ഈ 3 ബൂത്തുകളിലായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് നിലവിൽ നമുക്കിവിടെ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. കൂടുതൽ വോട്ടുകൾ വരികയാണെങ്കിൽ ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ മുൻകൂട്ടി കണ്ട കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പോളിംഗ് സ്റ്റേഷൻ കൂടിയാണ് ഇത്. ഇവിടെ പോലീസിൻ്റെ സാന്നിധ്യം കൂടുതലായി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. മുഴുവൻ സമയവും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ ഇവിടെ ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ നിൽക്കുന്നിടത്ത് വളരെ ശാന്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്.